ഈ പാവം മനുഷ്യൻ താൻ മെല്ലെ മണലിലേക്ക് താഴ്ന്നുപോകുകയാണെന്ന് പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. അവൻ സഹായത്തിനായി സുഹൃത്തുക്കളെ വിളിച്ചുകൂവി. എന്നാൽ അവൻ വെറുതെ തമാശ കളിക്കുകയാണെന്നാണ് അവർ കരുതിയത്. താൻ തമാശ പറയുകയല്ലെന്ന് അവൻ സുഹൃത്തുക്കളോട് നിലവിളിച്ചു പറഞ്ഞു. ഒടുവിൽ അവന്റെ സുഹൃത്തുക്കൾ അപകടം തിരിച്ചറിയുകയും അവന്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ചെയ്തു. എന്നാൽ അവർ അടുത്തേക്കെത്തിയ ഉടനെ അവർക്ക് ചുറ്റുമുള്ള മണലും താഴാൻ തുടങ്ങി. കൂടുതൽ അടുത്തേക്ക് പോകാൻ അവർക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരിലൊരാൾ പെട്ടെന്ന് അവന് പിടിക്കാനായി ഒരു തോർത്ത് എറിഞ്ഞുകൊടുത്തു. അവർ തങ്ങളുടെ സർവ്വശക്തിയും എടുത്ത് വലിച്ചു. പക്ഷേ തോർത്തുകൊണ്ട് ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവൻ തന്റെ എല്ലാ പ്രതീക്ഷകളും കൈവിടാറായ നിമിഷം സൈക്കിളിൽ പോവുകയായിരുന്ന ഒരു ലൈഫ് ഗാർഡ് ഈ അപകടം കാണാനിടയാവുകയും ഉടൻ തന്നെ അവൾ സഹായത്തിനായി വരികയും ചെയ്തു. തുടർന്ന് അവൾ ഒരു സർഫ് ബോർഡ് എടുത്ത് അതിൽ ഫ്ളാറ്റായി കിടന്നുകൊണ്ട് മണലിലൂടെ നിരങ്ങി നീങ്ങി. അവൾ മുന്നോട്ടാഞ്ഞ് ആ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചപ്പോൾ 2 ആൺകുട്ടികളും അവളുടെ കാലുകളിൽ മുറുകെ പിടിച്ചു. അവളെ പിന്നിലേക്ക് വലിക്കാൻ അവൾ ആൺകുട്ടികളോട് പറഞ്ഞു. എന്നാൽ അന്ന് രാവിലെ ഭക്ഷണം കഴിക്കാതിരുന്നതുകൊണ്ട് അവർക്ക് അതിനുള്ള ശക്തിയുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ആ മനുഷ്യന്റെ തലയുടെ പകുതി ഭാഗം മാത്രമാണ് മണലിന് മുകളിലുണ്ടായിരുന്നത്. സുഹൃത്തുക്കളിൽ ഒരാൾ വേഗത്തിൽ ഒരു പ്ലാസ്റ്റിക് യൂട്യൂബ് എടുത്ത് ആ മനുഷ്യന്റെ വായയിലേക്ക് വെച്ചുകൊടുത്തു. അങ്ങനെ അവന് മണലിനടിയിലും ശ്വസിക്കാൻ കഴിഞ്ഞു. ലൈഫ് ഗാർഡിന്റെ പിടിവിടാൻ തുടങ്ങിയപ്പോഴേക്കും രക്ഷാപ്രവർത്തകർ സ്ഥലത്തെത്തി. ടീം ലീഡർ വേഗത്തിൽ ഒരു സ്റ്റീൽ കേബിൾ മണലിനടിയിലൂടെ കടത്തി അവന്റെ കയ്യിൽ ഉറപ്പിക്കുകയും സുരക്ഷിതമായി അവനെ പുറത്തെടുക്കുകയും ചെയ്തു. സബ്സ്ക്രൈബ് ചെയ്താൽ നാളെ കാണാം.